ഹായ് നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റീഡിങ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളോടുള്ള സ്നേഹം എത്രത്തോളമാണ് എന്നുള്ളൊരു കണ്ടെത്തലാണ്. ഇതൊരു കണക്റ്റീവ് റീഡിംഗ് ആണ്. ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യണമെന്നില്ല. റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ മാത്രം സ്വീകരിക്കുക, അല്ലാത്ത കാര്യങ്ങളെ വിട്ടേക്കുക. റീഡിംഗ് കാണുന്നതിന് മുമ്പ് നിങ്ങളുടെ വ്യക്തിയുടെ മുഖം നിങ്ങളുടെ മനസ്സിലോട്ട് കൊണ്ടുവരിക. ശേഷം ഈ ഒരു റീഡിംഗ് കാണാനായിട്ട് ശ്രമിക്കുക. നമുക്ക് നോക്കാം ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് എന്താണെന്ന്. 6 ഓ കപ്സ്, 4 ഓ കപ്സ്, ജഡ്ജ്മെന്റ്, 2 ഓ കപ്സ്, കിങ് ഓഫ് സോർട്സ്, 3 ഓഫ് സോർട്സ്, ഹൈ പ്രീസ്റ്റസ്, സ്ട്രെങ്ത്. ഇത്രയുമാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ആദ്യം തന്നെ 6 ഓ കപ്സ് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ആദ്യം തന്നെ പറഞ്ഞു തരുന്നത് ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള ബന്ധം ഈ ഒരു ജന്മത്തിൽ മാത്രം ഉണ്ടായിരുന്ന ഒരു ബന്ധമല്ല. ഇത് കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി ആള് നിങ്ങളെ ആദ്യം കണ്ടപ്പോൾ ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ ചിന്തിച്ചത് തന്നെ നിങ്ങളെ മുൻപ് എവിടെയോ കണ്ടിട്ടുണ്ട് എന്നുള്ളൊരു രീതിയിൽ ആ ഒരു വ്യക്തി ചിന്തിച്ചിരുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളെ കണ്ട നിമിഷം തന്നെ അവരിൽ ഒരു ആത്മീയമായ സ്നേഹം ഉണ്ടായ ഒരു എനർജിയും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് നിങ്ങൾ പറയുന്ന ഓരോ ചെറിയ കാര്യങ്ങൾ പോലും ഈ ഒരു വ്യക്തി മറന്നു കളയുന്നില്ല എന്നിവിടെ കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങളോടൊപ്പം ഉണ്ടായ ചെറിയ നിമിഷങ്ങൾ പോലും അവർ അവരുടെ ഹൃദയത്തിൽ ഇപ്പോഴും സേഫ് ആയിട്ട് സൂക്ഷിക്കുന്നു എന്നാണ് ഈ ഒരു 6 ഓ കപ്സ് നമുക്ക് പറഞ്ഞു തരുന്നത്. പക്ഷേ ഈ ഒരു വ്യക്തി എല്ലാ കാര്യങ്ങളും നിങ്ങളോട് പ്രകടിപ്പിക്കണമെന്നില്ല. കാരണം ചില കാര്യങ്ങളൊക്കെ ഈ ഒരു വ്യക്തി ഇവരുടെ മനസ്സിൽ തന്നെ സൂക്ഷിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മുന്നിൽ പ്രകടിപ്പിക്കുവാൻ ഈ ഒരു വ്യക്തി ഭയപ്പെടുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതായത് എക്സ്പ്രസ് ചെയ്യാൻ ആ ഒരു വ്യക്തിക്ക് ഭയം എന്നാണ് ഇവിടെ കാണിക്കുന്നത്. പക്ഷേ തീർച്ചയായിട്ടും ഇതൊരു നിഷ്കളങ്കമായ സ്നേഹമായിട്ടാണ് കാണിക്കുന്നത്. നിങ്ങളോടൊപ്പം സംസാരിക്കാത്ത സമയങ്ങളിൽ അവർക്ക് വളരെയധികം വിഷമവും അസ്വസ്ഥതയും ഒക്കെ ഉണ്ടാകുമെന്നാണ് ഈ ഒരു 4 ഓ കപ്സ് നമുക്ക് പറഞ്ഞു തരുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ ജഡ്ജ്മെന്റ് കിട്ടിയിട്ടുണ്ട്. ഇതൊരു പവർഫുൾ കാർഡാണ്. അതായത് ഈ ഒരു കാർഡ് പറഞ്ഞു തരുന്നത് ഈ ഒരു വ്യക്തിക്ക് പെട്ടെന്നൊരു തിരിച്ചറിവുണ്ടായി. നിങ്ങളെ കണ്ടപ്പോൾ തന്നെ ഒരു മനസ്സിൽ പെട്ടെന്നൊരു തിരിച്ചറിവുണ്ടായതായിട്ടാണ് കാണിക്കുന്നത്. അതായത് ഇത് തന്നെയാണ് ആ ഒരു വ്യക്തിയുടെ പേഴ്സൺ എന്ന് ആ ഒരു വ്യക്തി ചിന്തിച്ചിരുന്നു. പെട്ടെന്നൊരു ആരോ ആളിന്റെ മനസ്സിൽ വന്ന് പറഞ്ഞതുപോലെ ആളിന് തോന്നിയ ഒരു എനർജി ഒക്കെയാണ് ഈ ഒരു ജഡ്ജ്മെന്റ് നമുക്ക് പറഞ്ഞു തരുന്നത്. അതുപോലെ തന്നെ നമുക്ക് വീണ്ടും ടു കപ്സ് ആണ് കിട്ടിയിരിക്കുന്നത്. അതായത് ഇതൊരു സോൾമേറ്റ് കൺഫർമേഷൻ കാർഡാണ്. സോൾമേറ്റ് കണക്ഷൻ ആണ് നിങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നത് എന്നിവിടെ കാണിക്കുന്നുണ്ട്. അത് നമുക്ക് ആദ്യം തന്നെ മനസ്സിലായ ഒരു കാര്യമാണ്. ആള് നിങ്ങളുടെ പൂർവ്വജന്മത്തിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോടുള്ള പ്രണയം വളരെയധികം സ്ട്രോങ് ആണെന്ന് കാണിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു വ്യക്തിയുടെ ചിന്തയിൽ നിങ്ങൾക്കും അവരോട് വളരെയധികം സ്നേഹം, വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ളൊരു സ്നേഹം ഉണ്ടെന്ന് മനസ്സിലാക്കുന്നതായിട്ടും നമുക്കിവിടെ ഈ ഒരു കാർഡ് പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്ന മറ്റൊരു കാര്യം, ഇവിടെ ഈ ഒരു വ്യക്തി പ്രകടിപ്പിക്കുന്നത് വളരെയധികം കുറവായിട്ടാണ് കാണിക്കുന്നത്. അതായത് നമുക്കിവിടെ ഈ ഒരു കിങ് ഓഫ് സോർട്സ് കിട്ടിയിരിക്കുന്നത്. അവർ അതായത് അവർക്ക് നിങ്ങളോടുള്ള സ്നേഹം അവർ മറച്ചു പിടിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ആ ഒരു വ്യക്തി അവരുടെ സ്നേഹം നിങ്ങളോട് പ്രകടിപ്പിക്കണമെന്നില്ല. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി അധികമായി സംസാരിക്കാത്ത ഒരു വ്യക്തിയായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അമിതമായി സംസാരിക്കുന്ന ഒരു വ്യക്തിയുമായിട്ട് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി അധികമായി സംസാരിക്കാത്തത് നിങ്ങൾക്ക് വളരെയധികം വിഷമം ഉണ്ടാക്കുന്ന ഒരു എനർജി ആയിട്ട് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. പക്ഷേ നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഈ ഒരു വ്യക്തി പ്രാക്ടിക്കൽ ആയിട്ട് ബിഹേവ് ചെയ്യുന്നുവെങ്കിലും ആ ഒരു വ്യക്തിയുടെ ഹാർട്ട് വളരെയധികം സോഫ്റ്റ് ആണെന്ന് കാണിക്കുന്നുണ്ട്. പക്ഷെ ഒന്നും തന്നെ ആ ഒരു വ്യക്തി പുറമേ കാണിക്കുന്നില്ല എന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി നിങ്ങൾ ഓർക്കുന്ന, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആ ഒരു വ്യക്തി നിങ്ങൾക്ക് മുന്നിൽ ഈ ഒരു സമയത്ത് നല്ലതുപോലെ അഭിനയിക്കുന്നുണ്ടെന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ. അതായത് ആളിന്റെ ഹാർട്ട് ഫുള്ള് ലവ് ആണ് കേട്ടോ. ആളുടെ ഹാർട്ടിൽ നിറച്ചും പ്രണയമുണ്ട്. പക്ഷെ ഫേസ് ഫുൾ ഓഫ് സൈലൻസ് എന്നാണ് കാണിക്കുന്നത്. മുഖത്ത് ആളൊന്നും കാണിക്കുന്നില്ല. പക്ഷെ ആളുടെ ഹാർട്ടിൽ നിറച്ച് സ്നേഹം നിങ്ങളോടുള്ളത് വളരെയധികം നിറഞ്ഞിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. പുറമേ സൈലന്റ് ആയിട്ട് നടക്കുന്ന ഒരു സ്വഭാവ രീതിയുള്ള ഒരു വ്യക്തിയൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം,
ഈ ഒരു വ്യക്തിക്ക് ചില സമയങ്ങളിലൊക്കെ നിങ്ങളൊന്ന് അതായത് നിങ്ങളൊന്ന് മിണ്ടാതിരുന്നാലോ ചില സമയങ്ങളിൽ ഈ ഒരു വ്യക്തി നിങ്ങൾ കാണാൻ എന്തെങ്കിലുമൊക്കെ ചെറിയ കാര്യങ്ങൾ ഉണ്ടായാലോ ഈ ഒരു വ്യക്തിക്ക് നിങ്ങൾ അകന്നു പോകുന്നു എന്നുള്ളൊരു ചിന്ത മനസ്സിൽ വരുന്ന ഒരു എനർജി നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഇത് നിങ്ങൾ അകന്നു പോകുന്നു എന്നുള്ളൊരു തോന്നലുണ്ടാകുമ്പോൾ ത്രീ ഓഫ് സോർട്സിന്റെ എനർജിയാണ്. അതായത് ഇത് അവരെ വളരെയധികം വേദനിപ്പിക്കുന്നു. മാനസികമായിട്ട് അവരുടെ മാനസികമായും അതുപോലെ തന്നെ അവരുടെ ഹൃദയത്തെ പോലും അത് അവരുടെ തകർത്ത് കളയുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നൊരു കാര്യം ഈ ഒരു വ്യക്തിക്ക് ഒരിക്കലും നിങ്ങളെ നഷ്ടപ്പെടരുത് എന്നുള്ളൊരു ചിന്ത വളരെയധികം ശക്തമായി ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങളെ ഒരിക്കലും നഷ്ടപ്പെടുത്താൻ ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നില്ല എന്നും നമുക്കിവിടെ കാർഡ്സ് പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ ഹൈ പ്രീസ്റ്റസ് കിട്ടിയിട്ടുണ്ട്. അതായത് ഇത് പറയുന്നത് ഇത് നിശബ്ദമായ പ്രണയമാണ്, സൈലന്റ് ലവിനെ കാണിക്കുന്നു. അതുപോലെ തന്നെ ഇത് ടെലിപ്പതി കണക്ഷനെ കാണിക്കുന്നതായിട്ടും നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. അതായത് നിങ്ങളുടെ മൂഡ് ചേഞ്ച് ഡിസ്റ്റൻസിൽ നിന്നും അവർക്ക് ഫീൽ ചെയ്യുമെന്നാണ് ഇവിടെ നമുക്ക് ഈ ഒരു ഹൈ പ്രീസ്റ്റസ് പറഞ്ഞു തരുന്നത്. ഒരു പക്ഷേ നിങ്ങളുടെ ചിന്തകൾ പോലും ഈ ഒരു വ്യക്തിക്ക് പെട്ടെന്ന് നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ പോലും ഈ ഒരു വ്യക്തിക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കുവാൻ കഴിയും. നിങ്ങളുടെ ഓരോ ചിന്തകളും ഈ ഒരു വ്യക്തിക്ക് നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ പോലും ഒന്നുകിൽ അവർ ഒരു സ്വപ്നമെങ്കിലും കാണുമെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. കാരണം അത്രത്തോളം ഒരു ഇഷ്ടം ആ ഒരു സ്നേഹം എല്ലാം ആ ഒരു വ്യക്തിക്ക് നിങ്ങളോട് ഉണ്ട് എന്നാണ് ഇവിടെ അതിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. നിങ്ങൾ പറയാത്ത കാര്യങ്ങൾ പോലും ഈ ഒരു വ്യക്തിക്ക് വളരെ പെട്ടെന്ന് പിടിച്ചെടുക്കുവാനുള്ള കഴിവുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. ആ ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ നോക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു കാര്യം, ഒരിക്കലും ഈ ഒരു വ്യക്തി നിങ്ങളെ വിട്ടു കളയുവാനായിട്ട് ഒരു സാധ്യതയുമില്ല. അവരുടെ ലൈഫിൽ നിങ്ങൾ അവരുടെ ശക്തിയാണ്. അവരുടെ ലൈഫിൽ എപ്പോഴും അവരുടെ അവസാനം വരെ നിങ്ങൾ വേണമെന്നുള്ളൊരു ശക്തമായ ആഗ്രഹം ആ ഒരു വ്യക്തിക്ക് ഉണ്ടെന്നാണ് ഈ ഒരു സ്ട്രെങ്ത് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ നമുക്ക് മുഴുവനായിട്ട് നോക്കുമ്പോൾ ഇവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു കാര്യം, തീർച്ചയായിട്ടും അവർ നിങ്ങളെ വളരെയധികം ആഴത്തിൽ സത്യസന്ധമായി സോൾഫുള്ളായി സ്നേഹിക്കുന്നു. അതുപോലെ തന്നെ എക്സ്പ്രസ് ചെയ്യുവാൻ കുറച്ച് ഭയമുണ്ടെന്ന് മാത്രം. അതുപോലെ ഇതൊരു സൈലന്റ് ലവ് ആണ്. ടെലിപ്പതിക് ബോണ്ട് ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. പാസ്റ്റ് ലൈഫ് സോൾമേറ്റ് കണക്ഷനായിട്ടും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോടുള്ള ആ ഒരു സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല. അത് ഒരുപാട് അവരുടെ അവസാനം വരെയും നീണ്ടു നിൽക്കുന്ന ഒരു പ്രണയമായിട്ടാണ് കാണിക്കുന്നത്. ഇത് ഒരു ആത്മീയമായ പ്രണയമായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഇതൊക്കെയാണ് നമുക്ക് ഇന്ന് ഇവിടെ കിട്ടിയിരിക്കുന്ന റീഡിംഗ്. ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നന്മ വരട്ടെ. താങ്ക് യു.